മേപ്പാടി ഇന്നൊരു ശ്മശാന ഭൂമിയാണ്. പുഴക്കരയിൽ നിന്ന് വെള്ളാരം കല്ലെടുക്കും വണ്ണമാണ് മൃതദേഹങ്ങൾ വാരിയെടുത്തത്. തിരിച്ചറിഞ്ഞതും അല്ലാത്തതും പിന്നീട് ചിതയിലാളുകയാണ്. അടുപ്പ് കൂട്ടുന്ന ലാഘവത്തോടെ ചിതയൊരുക്കേണ്ടി വന്നു മനുഷ്യന്. ആചാരവും അന്ത്യാഭിവാദ്യവുമില്ലാതെ, യാത്രയാക്കാൻ ആരുമില്ലാതെ ഏറ്റ മരണത്തേക്കാൾ വേദനയോടെ അവർ പോയി. കൃത്യമായിട്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്ത ബോഡികൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് തിരിച്ചറിയാത്ത ബോഡികൾ ഇപ്പോഴും അവിടെ നിലവിലുണ്ട്. ആ ബോഡികൾ എത്തിയിട്ടില്ല. അപ്പൊ അത് തിരിച്ചറിയുന്നിടത്തോളം കാലം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഒടുവിലെ യാത്രയ്ക്ക് മുന്നോടിയായി പള്ളിയിൽ ചിലരെ കിടത്തി. മുണ്ടക്കയിൽ രാത്രി കിടന്നതായിരുന്നു. പിന്നെ എണീറ്റില്ല. ഇനി എണീക്കുകയുമില്ലല്ലോ. പുരോഹിതൻ ഒപ്പീസ് ചൊല്ലി. വിലാപഗാനങ്ങളുടെ അകമ്പടിയോടെ 6 അടി മണ്ണിലേക്ക്. പള്ളിപ്പറമ്പിലെ ഖബറുകൾക്ക് മൈലാഞ്ചിച്ചെടിയുടെ തണലുണ്ടായിരുന്നു. ഇവിടെ ഈ പള്ളിക്കാടിനോരത്ത് തണലില്ല. അടക്കിപ്പിടിച്ച തേങ്ങലാണ്. മയ്യത്ത് കട്ടിലിനോരം കൂടപ്പിറപ്പുകളില്ല. കൂടെ ചേരാനാകാത്ത വിധം ഉരുണ്ടൊഴുകിയ മണ്ണും വെള്ളവും അവരെ മാറ്റി. ഇവിടെ ഇപ്പോൾ 27 മയ്യത്ത് കവറടക്കി, 40 കവർ ഇവിടെ റെഡിയിലുണ്ട്. ഇനിയിപ്പോൾ ഈ മഴ കാരണം ചെറിയൊരു പ്രശ്നത്തിലാണുള്ളത്. മനുഷ്യൻ മാത്രമാവുകയാണിവിടെ. വേദനിച്ച, വിറങ്ങലിച്ച വെറും മനുഷ്യൻ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.